ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബെറി അപ്പിൻ്റെ ആണ്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ 2 ബെറി അപ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒന്ന് സ്ട്രോബെറിൻ്റെയും ഒന്ന് മിക്സ്ഡ് ആയിട്ടുള്ളതുമാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുമെന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നട്ട്സ്, നമ്മൾ ബദാം എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ആദ്യം ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓട്സ് റോസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് മിക്സ്ഡ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സും നട്ട്സും, പിന്നെ കുറച്ച് സ്ട്രോബെറീസ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ യോഗേർട്ട്, പുളിയില്ലാത്ത തൈര്, പിന്നെ നമ്മൾ കുറച്ച് സ്ട്രോബെറി ക്രഷും പിന്നെ മാംഗോ ജാമും ആണ് എടുത്തിട്ടുള്ളത്. ഈ സ്ട്രോബെറി ക്രഷ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോബെറി ജാം യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ ഫ്രൂട്ട് യോഗേർട്ട്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്യാണ്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ജാമു കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിന് പകരം നമുക്ക് ഫ്രൂട്ട് യോഗേർട്ട്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമുക്ക് അത് യൂസ് ആക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യോഗേർട്ട്സ് റെഡി ആക്കി എടുക്കുമ്പോൾ അതിൽ മധുരം ഇല്ല എങ്കിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മളുടെ ജാമിലും പിന്നെ സ്ട്രോബെറി ക്രഷിലും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളുടെ മാംഗോ യോഗേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറി യോഗേർട്ട് റെഡിയാക്കാം. അതിനും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 ടേബിൾ സ്പൂൺ യോഗേർട്ട്, എന്നിട്ട് നമുക്കതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ സ്ട്രോബെറി ആൻഡ് മാംഗോ യോഗേർട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബെറി അപ്പ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു വലിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നട്ട്സും ഓട്സും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമ്മളുടെ സ്ട്രോബെറി ബെറി അപ്പാണ്. ശേഷം നമുക്കതിലേക്ക് ഒരു 2-3 സ്പൂണ് സ്ട്രോബെറി യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഐസ്ക്രീംസ് യൂസ് ആക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. നമുക്ക് സ്ട്രോബെറി ബെറി അപ്പിൽ സ്ട്രോബെറി ഐസ്ക്രീം യൂസ് ആക്കാം. പക്ഷെ നമ്മളിവിടെ യൂസ് ആക്കുന്നത് വാനില ഐസ്ക്രീമാണ്. അത് നമ്മൾ നല്ല കട്ടയോടെയല്ല വേണ്ടത്, നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ശേഷം ഐസ്ക്രീമിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും കുറച്ച് നട്ട്സും ഓട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രോബെറി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കങ്ങനെ ഈ ലെയർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഐസ്ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ സ്ട്രോബെറി യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രോബെറി യോഗേർട്ടിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചോക്കോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സ്ട്രോബെറിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സ്ട്രോബെറി ബെറി അപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ്ഡ് ബെറി അപ്പ് റെഡിയാക്കാൻ പോവാണ്. ആദ്യം നമുക്ക് കുറച്ച് നട്ട്സും ഓട്സും ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളുടെ മാംഗോ യോഗേർട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ്ഡ് ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് ആപ്പിൾ, ഗ്രേപ്സ്, ഡ്രാഗൺ ഫ്രൂട്ട്, കിവി, പിന്നെ കുറച്ച് സ്ട്രോബെറി കൂടി ഉണ്ട്. ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഓട്സും നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് സ്ട്രോബെറി യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ യോഗേർട്ടിൻ്റെ മുകളിൽ സ്ട്രോബെറി ക്രഷ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും മാംഗോ യോഗേർട്ട് ആഡ് ചെയ്യാണ്. ശേഷം നമുക്ക് വീണ്ടും ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്കോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ചോക്കോസിൻ്റെ പകരം മറ്റ് കോൺഫ്ലേക്സും യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സും ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ്ഡ് ബെറി അപ്പം റെഡിയായി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തണം. ആ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വീഴുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. പിന്നെ അത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിനടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം.